ഇന്നത്തെ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക ഇസ്ലാമാബാദ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ആണ്. വളരെ ക്രൂഷ്യൽ ഡെവലപ്മെൻറ്റാണ്. ലേറ്റ് നൈറ്റിലാണ് ഈ ഡെവലപ്മെൻറ്റ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏതാണ്ട് 22-ാം തീയതി പുലർച്ചെ 12 മണി, അതായത് AM, ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ളൊരു കൺഫർമേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മസൂദ് പെസസ്കിയാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ട്രംപ് CNBC എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കും, പക്ഷേ ചർച്ച പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ട്രംപ് ഞാൻ ഇനി സീസ് ഫയർ നീട്ടിവെക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ശക്തമായി കർശനമായി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനി സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഇത്രത്തോളം ശാഠ്യം പിടിച്ചിട്ട് ഞാൻ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെറുതായിട്ട് ഒരാഴ്ചയ്ക്കൊക്കെ ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നെഗോസിയേഷൻ ടാക്ടിക്സ് ആണ്. ഇറാൻ ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്നതും നെഗോസിയേഷൻ ടാക്ടിക്സ് ആണ്. കാരണം ഒരു നെഗോസിയേഷന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടിക്കെട്ടി പോയി കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ അവിടെ നടപ്പിലാവില്ല, ഇവർക്കൊരു പ്രാധാന്യവും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് ചെയ്ത് കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. അങ്ങനെ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഡിമാൻഡ് ചെയ്ത് നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാൻ പാകിസ്ഥാനിലേക്ക് എത്തുമെന്നാണ് ഒടുവിലത്തെ വിവരം. അപ്പോൾ ഇത് ശരിക്കും മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഗ്ലോബലി പല വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഇറാൻ എത്തും, ഇറാൻ എത്തണം, ഇറാൻ ചർച്ചയ്ക്ക് വരണം, എല്ലാം ശരി തന്നെ. പക്ഷേ ട്രംപിന്റെ ഐക്യൂനേക്കാളും വളരെ കുറഞ്ഞ ലെവലിലുള്ള ഐക്യു ആണ് പല മാധ്യമ പ്രവർത്തകർക്കും ഉള്ളത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്വീറ്റാണ് മസൂദ് പെസസ്കിയാൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറാനെ ചർച്ചയിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തിനെത്തിക്കണം? ചർച്ചയ്ക്ക് എത്തിയാൽ ചർച്ച വിജയിക്കുമോ എന്നുള്ള ചോദ്യം, വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് മസൂദ് പെസസ്കിയാൻ ഉയർത്തുന്നത്. എനിവേ, അതിനുള്ള ഉത്തരം ഇറാനും അമേരിക്കയും തമ്മിലാണ് പറയേണ്ടത്. അല്ലാതെ മാധ്യമങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാനില്ല. കാരണം ചർച്ച പ്രപ്പോസ് ചെയ്ത് തിങ്കൾ ചൊവ്വ 2 ദിവസം വെറുതെ പോയി. 2 ദിവസവും മാധ്യമ പ്രവർത്തകർ ഇതാ അമേരിക്ക ഇപ്പോൾ വന്ന് ഇറങ്ങും, ഇസ്ലാമാബാദിൽ എത്തുന്നു, 3 ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ആയി എന്നൊക്കെ ട്രംപ് തന്നെ പറഞ്ഞതാണ്. അതെല്ലാം തന്നെ വെറും നാടകങ്ങളായിരുന്നു, വെറും ഗിമിക്കുകളായിരുന്നു. മൊത്തത്തിൽ മാധ്യമ പ്രവർത്തകരെയും ആഗോളതലത്തിൽ തന്നെ ഒരുപക്ഷെ ഇറാനെ വരെ പറ്റിക്കുന്ന തരത്തിലുള്ള ടാക്ടിക്സ് ആണ് അമേരിക്ക ഉപയോഗിച്ചത്. ഇപ്പം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാന്റെ കൺസെന്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അമേരിക്ക അവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പം വായിക്കാൻ കഴിയുന്നത്. അപ്പം അതുപോലെ അമേരിക്ക എല്ലാ പോയിന്റുകളും മാറ്റിവെച്ചിട്ട് ഒറ്റ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒറ്റ പോയിന്റ്, എൻറിച്ച്ഡ് യുറേനിയം 460 കിലോഗ്രാം നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, അത് ഇങ്ങോട്ട് കൈമാറുക, എന്നിട്ട് നമുക്ക് പ്രാഥമികമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ച് സൈൻ ചെയ്ത് പിരിയാം. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി നമുക്ക് ചർച്ച നടത്താം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ എൻറിച്ച്ഡ് യുറേനിയം ഒരുപക്ഷെ ഇറാൻ കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഒരു 20% അതിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പല അനാലിസ്റ്റുകളും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻറിച്ച്ഡ് യുറേനിയം ഒരു മെറ്റീരിയലിസ്റ്റിക് തിങ് ആണ്. ഇറാന് വേണമെങ്കിൽ ഇനിയും എൻറിച്ച്മെന്റ് നടത്താം. പക്ഷേ ആ സാഹചര്യത്തിൽ ഇത് കൈമാറിക്കൊണ്ട് ഇറാന്റെ മേളിൽ ചുമത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും അമേരിക്ക നീക്കുമെങ്കിൽ ഒരു പക്ഷേ ഇറാൻ ഈ എൻറിച്ച്ഡ് യുറേനിയം കൈമാറാനുള്ള സാധ്യതയുണ്ട് എന്ന് 20% അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രഷർ പോളിസിയാണ് 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ അസീം മുനീറിനോടൊപ്പം ഇരുന്നുകൊണ്ട് ഇറാനിൽ നിന്നും ലാസ്റ്റ് വീക്ക് എന്നെ വിളിച്ച് ഇറാൻ പ്രതിനിധികൾ എൻ്റെ അടുത്ത് സംസാരിച്ചതാണ് എന്നും കൂടി ഇപ്പം CNBCയിൽ ഇന്റർവ്യൂവിൽ ട്രംപ് ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയുന്നുണ്ട്. ട്രംപുമായിട്ട് ഇവർ നേരിട്ട് ഫോൺ കോളിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇപ്പം അസീം മുനീർ വിചാരിക്കും, ഞാൻ എന്തിനാണ് ഈ കോളൊക്കെ ചെയ്ത് കൊടുത്തത്, സംഭവം ഇയാൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമെന്ന് എനിക്കറിയില്ല എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഇറാന്റെ സൈഡിൽ നിന്നും നല്ല പ്രഷറുണ്ട്. പാകിസ്ഥാൻ ശരിക്കും പെടാപ്പാട് വിട്ടിരിക്കുകയാണ്. ഖത്തറാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ രാവിലെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം, മീഡിയേഷന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ്, ഉപദേശങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ തരാം, ഞങ്ങൾ വളരെ ഫ്രീ ആണ്, ഒന്നിനും പേടിക്കേണ്ട, വിഷമിക്കേണ്ട, ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോൺടാക്ട് ചെയ്യാം എന്നൊക്കെ ഖത്തർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഖത്തർ മീഡിയേഷൻ എക്സ്പേർട്ട് ആണല്ലോ. ഖത്തർ ഇല്ലാതെ ഒരു ഗ്ലോബൽ വാർ മീഡിയേഷൻ അത് ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഖത്തറിന്. ഖത്തർ പാകിസ്ഥാനെ മാത്രമല്ല കേട്ടോ, ഇന്ന് ഖത്തർ ലെബനനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ലെബനനിൽ ജോസഫ് ആവോൻ ലെബനൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്, ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള സഹായം ചെയ്യും. കാരണം അവരുമായിട്ട് കാലങ്ങളായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലായിക്കോട്ടെ, പല ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടും നെഗോഷിയേഷൻ ചെയ്തത് ഞങ്ങളാണ്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾക്ക് ഗുണം ചെയ്യും, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നുള്ള തരത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളാണ് ഗ്ലോബൽ മീഡിയേറ്റേഴ്സ്, ഞങ്ങൾക്ക് പല മീഡിയേഷൻ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റ് മേഖലയിലായിക്കോട്ടെ ഏതൊരു യുദ്ധത്തിനെക്കുറിച്ചും ഖത്തറില്ലാത്ത ഒരു മീഡിയേഷൻ ഖത്തറിന് തന്നെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ലോകത്തിൻ്റെ സമാധാനത്തിന് ഖത്തറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ ഖത്തർ പല രാജ്യങ്ങളെയും വിളിച്ചിപ്പോൾ അങ്ങോട്ട് സഹായം ഓഫർ ചെയ്യുകയാണ്. എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഖത്തറിൻ്റെ സങ്കടം ഖത്തറിന് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. ഖത്തർ വിചാരിക്കുന്നവരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായിട്ട് അവർ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഖേദകരം. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദർ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം ഷഹബാസ് ഷെരീഫ് അതേസമയം ഇറാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അമേരിക്കയും ഇറാനും ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് എത്തും. ഒരുപക്ഷെ ബുധനാഴ്ച ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് ആ ഒരു ടൈം ലൈനിലായിരിക്കും ചർച്ച. 22-ാം തീയതിയാണ് ഒഫീഷ്യലി ട്രംപ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സീസ് ഫയറിൻ്റെ സമയം അവസാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ട്രംപ് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇറാന് മേലുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ട്രംപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇത്ര അഗ്രസീവായിട്ട് പറയുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിലൊരു ഡൗട്ട്. ട്രംപ് ഒരുപക്ഷെ ഈ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആക്രമണത്തിന്റെ ശൈലി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുമ്പുള്ള അപ്ഡേറ്റ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്യൻ മേഖലയിൽ C-17 ഗ്ലോബ് മാസ്റ്റർ അമേരിക്കയുടെ കാർഗോ എയർക്രാഫ്റ്റ് തുരുതര ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ആയുധങ്ങൾ, അമ്യൂണീഷൻസ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധം തുടക്കം മുതൽ അവസാനം വരെ, അതുപോലെ തന്നെ ആ യുദ്ധം തുടങ്ങുന്നതിൻ്റെ പ്രിപ്പറേഷൻസ്, ആ ഒരു രീതിയിൽ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക മിഡിൽ ഈസ്റ്റ് പ്ലസ് യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്ത കാർഗോ എയർക്രാഫ്റ്റ് ഷട്ടിലുകളുടെ എണ്ണം 542 542 ട്രിപ്പ്. അത് ഈ C-17 ഗ്ലോബ് മാസ്റ്റർ പോലത്തെ കാർഗോ എയർക്രാഫ്റ്റുകളിലാണ് ഈ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ സീസ് ഫയർ പ്രഖ്യാപിച്ച് ഏതാണ്ട് ഏപ്രിൽ 8-ാം തീയതി മുതൽ ഏപ്രിൽ 21-ാം തീയതി വരെ കാർഗോ ഷിപ്മെന്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഏതാണ്ട് 819 ട്രിപ്പാണ്, ഏതാണ്ട് 819 കാർഗോ ഷിപ്മെന്റുകൾ ഇപ്പം ഈ ഒരു ഷോർട്ട് പീരീഡിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ, യൂറോപ്യൻ മേഖലയിൽ, അതേപോലെ ഡീഗോ ഗാർസിയയിൽ ഇത്രയും ഏരിയകളിൽ കൃത്യമായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇസ്രായേൽ. 819 എന്ന് പറഞ്ഞാൽ ഇരട്ടി, ഓൾമോസ്റ്റ് ഇരട്ടി, ഇരട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ വെപ്പൺ അൺലോഡിങ്. അപ്പോൾ ഇനിയൊരു യുദ്ധം തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. അതുപോലെ അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് $1.5 ട്രില്യൺ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. സെനറ്റിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഇവർ നിരത്തേണ്ടി വരും. $1.5 ട്രില്യൺ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ ഇത്രയും വലിയൊരു ഡിഫൻസ് ബഡ്ജറ്റ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ നോൺ സ്റ്റോപ്പ് വാർ എന്നുള്ള പോളിസിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഒരുപാട് ഡിഫൻസ് മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഡ്രോൺ മാനുഫാക്ചറിങ്, ഡ്രോൺ ഡിഫൻസ് ടെക്നോളജി, അയൺ ഡോം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും 1.5 ട്രില്യൺ എന്ന് പറയുന്നത് ഒരു ഭീമാകാരമായ ഒരു ബഡ്ജറ്റ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അമേരിക്ക കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇറാൻ യുദ്ധം മാത്രമല്ല കേട്ടോ. ഈ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലൊക്കെ അടുത്ത കോൺഫ്ലിക്റ്റിൽ അമേരിക്ക എൻഗേജ്ഡ് ആവും. അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ സൗദി അറേബ്യയെ വാനോളം പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് ട്രംപ്. സൗദി അറേബ്യ ഗുഡ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ അറബ് റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളെയൊക്കെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയൊക്കെ പ്രൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം യൂറോപ്പിനെയും നാറ്റോയും നല്ല രീതിയിൽ തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഇമിഗ്രൻറ്റുകളുടെ അടിമകളായി മാറിയിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ട്രംപ് ഇടയ്ക്കിടയ്ക്ക്. യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത്, കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറാനേക്കാളും കൂടുതൽ ഡ്രോൺ അയച്ചത് ഇറാഖിൽ നിന്നാണ്. സൗദി അറേബ്യയിലേക്ക് ഏതാണ്ട് 2000 ഡ്രോണുകളാണ് അയച്ചത്, ഇറാഖിൽ നിന്ന് മാത്രം. ഇറാനിൽ നിന്നല്ല, ഇറാഖിൽ നിന്നും. 2,50,000 ഇറാനിയൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ട്രൂപ്സ് ഉണ്ട് എന്നാണ് അമേരിക്ക വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഗേൾസ്, ഈ യുവതികളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് വിധിച്ചിരിക്കുകയാണ്. ഇവരുടെ ഫോട്ടോസ് പ്രചരിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം അമേരിക്ക ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇറാനെതിരെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ റിക്വസ്റ്റ് മാനിച്ച് ഈ 8 യുവതികളെയും വധശിക്ഷയിൽ നിന്ന് വിമുക്തരാക്കിക്കൊണ്ട് അവരെ ലൈഫ് ടൈം പ്രിസണേഴ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. നമുക്കറിയില്ല, ഒരുപക്ഷെ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇവരെ തൂക്കിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പും ഇതേപോലെ ഇറാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഇന്നലെ ഒരു 27 ഇറാനിയൻ പ്രോക്സികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ വിഷയത്തിൽ ഇറാൻ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAE
വളരെ തെറ്റായ നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുന്നത്. ഇറാനെ ഒരു തീവ്രവാദ രാജ്യമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് UAE ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഇറാന്റെ സൈഡിൽ നിന്നും UAEക്കെതിരെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സൗദി അറേബ്യ UAE സപ്പോർട്ട് ചെയ്ത് UAEക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് സൗദി അറേബ്യ ഒഫീഷ്യലി UAEയുടെ തീരുമാനത്തിനെ ശരിവെച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാൻ ആണെങ്കിൽ 50 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അവരുടെ എയർ സ്പേസ് പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് എയർപോർട്ടെല്ലാം പ്രവർത്തിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പം അടുത്ത് ചർച്ച പരാജയപ്പെട്ടാൽ ഇതെല്ലാം തന്നെ പൂട്ടിക്കെട്ടേണ്ടി വരും. കാരണം വീണ്ടും ഇസ്രായേൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. ട്രംപ് സീസ് ഫയർ നീട്ടിവെച്ചാലും അത് ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമായിരിക്കും നീട്ടിവെക്കുന്നത്. ഇൻഫാക്ട് പാകിസ്ഥാനിൽ വെച്ച് നടക്കാനിരിക്കുന്ന ചർച്ച പരാജയപ്പെട്ടെങ്കിൽ പോലും ട്രംപ് ഒരു ചെറിയ കാലയളവ് ഇറാന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറെ ഒരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങാനാണ് സാധ്യത. ഇതെല്ലാം തന്നെ ഇറാന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. ലെബനന്റെ ഉള്ളിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ ഒരു സ്മാരകം, ആ സ്മാരകം തകർത്തത് ഇസ്രായേലിന്റെ IDF സോൾജേഴ്സ് ആണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ അന്വേഷണം നടന്നു. അന്വേഷണം നടന്നതിനെ തുടർന്ന് IDF ആണോ ഇത് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ IDF തന്നെയാണ് ചെയ്തത് എന്നുള്ള കൺഫർമേഷൻ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹാർഡ് ലൈൻ ജൂവിഷ് ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് ആൾക്കാർ 4-5 പേര് ചേർന്ന് ഒരു ഹാർഡ് ലൈൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള, അത് ഹാർഡ് കോർ ജൂവിഷ് ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ചെറിയൊരു സംഘം IDF സോൾജേഴ്സ്. ഇവരാണ് ഈ കൃത്യം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇവരെല്ലാവരും ഈക്വലി പാർട്ടിസിപ്പൻ്റ് ആണ് ഈ കുറ്റകൃത്യത്തിൽ എന്നാണ് ഇസ്രായേലിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അതിനെ തുടർന്ന് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരാളാണ് ഈ കൃത്യം നടത്തിയത്, മറ്റുള്ളവരെല്ലാം തന്നെ ഇത് വീഡിയോ പകർത്തുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും രണ്ട് കൂട്ടർക്കും ഈക്വൽ ആയിട്ടുള്ള ശിക്ഷയാണ്. അതിന് പകരം ഇസ്രായേൽ തകർക്കപ്പെട്ട സ്മാരകത്തിന് പകരം അവിടെ ബ്രോൺസിൽ ആ സ്മാരകത്തിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്മാരകം അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് 11,60,000 ഇന്ത്യക്കാർ NRIs ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ജോലിയും കൂലിയും നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. മെക്സിക്കോയുടെ ഉള്ളിൽ ഈ മരുന്ന് മാഫിയകളുണ്ടല്ലോ, ഈ മരുന്ന് മാഫിയകളെ പിടിക്കാൻ വേണ്ടിയിട്ട് CIA പല രീതിയിലുള്ള ഹിഡൻ ഓപ്പറേഷൻസ് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു ഹിഡൻ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മരുന്ന് മാഫിയകൾ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേരെ പിടികൂടിയപ്പോഴത്തേക്കും ഈ മരുന്ന് മാഫിയ വിചാരിച്ചത് ഇവർ നോർമലായിട്ടുള്ള സിവിലിയൻ ആണെന്നുള്ള രീതിയിലാണ് ഇവരെ പിടികൂടിയത്. പക്ഷേ ഇവരുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് ഇവരെ പിടികൂടിയത്. കാരണം ഇവർ മരുന്നിനെതിരെയുള്ള നിലപാടാണല്ലോ ഇവർക്കുള്ളത്. പിടിക്കപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ CIA ഏജന്റുകളാണ്, അമേരിക്കയിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ അവർ നടത്തിയത്. അതിനെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷന് വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്തേക്കാം. പക്ഷേ CIAയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മെക്സിക്കോയുടെ ഉള്ളിൽ പോയിട്ട് 2 CIA ഏജന്റുകൾ മരുന്ന് മാഫിയകളുടെ പിടിയിൽ അകപ്പെടുന്നത്. ഇതൊരു വല്ലാത്തൊരു വിഷയമായിട്ട് മാറി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മെക്സിക്കോയ്ക്കുള്ളിൽ പോയിട്ട് 2 CIA ഏജന്റുമാർ മരുന്ന് മാഫിയകളുടെ പിടിയിൽ പെടുന്നത്. ഇനിയിപ്പോൾ ഇത് അമേരിക്ക മെക്സിക്കോയുടെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് തീർക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷെ ഇപ്പം നിലവിൽ ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു നിർണായക വിഷയമായിട്ട് ഉയർന്നു വരികയാണ്. കാർഗ് ഐലാൻഡിൽ നിന്നും ക്രൂഡ് ഓയിൽ കയറ്റിക്കൊണ്ട് ഒരു ഷിപ്പ് അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച്, അതായത് ഈ അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ബ്ലോക്കേഡ് തുടങ്ങിയതിന് ശേഷം അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ഒരു ഷിപ്പ് കടന്നുപോയി. ആ ഷിപ്പിനെ ഫോളോ ചെയ്ത് ഇന്ത്യൻ ഓഷനിൽ വന്ന് സീസ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക. $200 ബില്യൺ വർത്ത് വരുന്ന ലോഡാണ് അതിലുണ്ടായിരുന്നത്. ടിഫാനി എന്നാണ് ഈ ഷിപ്പിൻ്റെ പേര്. കാർഗ് ഐലൻഡിൽ നിന്നും ചൈനയിലോട്ടാണ് ഈ ഷിപ്പ് യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക അന്ന് മുതലേ ഇതിനെ ഫോളോ ചെയ്ത് വന്ന് ഇന്ത്യൻ ഓഷനിൽ വെച്ചിട്ട് ഇതിനെ മടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കപ്പലിലുള്ള ക്രൂഡ് ഓയിൽ അമേരിക്ക എടുക്കും, കപ്പൽ മറിച്ച് വിൽക്കും. ഇതാണ് അവരുടെ നിലപാട്. അത് തന്നെയാണ് ഈ കപ്പലിനോട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ട്രംപ് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഫുൾ ഞങ്ങളുടെ കൺട്രോളിലാണ്, ഞങ്ങളാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ നിയന്ത്രിക്കുന്നത്, ഇറാൻ അല്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇറാൻ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കൺസെന്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ട്രംപ് വറി ചെയ്യുന്നില്ല. ട്രംപ് ഞങ്ങൾ വിജയിച്ചു, വി വോൺ ദ വാർ, ഇറാന് ഒരു രീതിയിലുള്ള ലെവറേജും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇതാണ് സ്റ്റേറ്റസ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ തീരുമാനങ്ങൾ മാറി മറിഞ്ഞേക്കാം. ഇറാൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ ഇങ്ങനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യരുത്, അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടാണ് ഇറാൻ്റെത് എന്നുള്ള തരത്തിലുള്ള
ആർഗ്യുമെന്റ്സ് ഒക്കെ ഇറാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് നെഗോസിയേഷന് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേരിൽ ഒബ്ലിഗേഷൻ വരും. അതായത് നമ്മൾ നെഗോസിയേഷന് പോയില്ല, നെഗോസിയേഷന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ യുദ്ധം വീണ്ടും ഉണ്ടാവില്ലായിരുന്നു എന്ന അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നെഗോസിയേഷന് പോവുക, നമ്മളുടെ താല്പര്യങ്ങളും നമ്മളുടെ ഇൻട്രസ്റ്റും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ധരിപ്പിക്കുക. നെഗോസിയേഷന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ കണ്ടീഷൻസ് അംഗീകരിക്കുക എന്നുള്ളതല്ല അതിന്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ട് നെഗോസിയേഷന് തീർച്ചയായിട്ടും പോകുന്നതാണ് നല്ലത് എന്നുള്ള വാദില് ഒരു കൂട്ടർ അവിടെ നിന്ന് വാദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇസ്ലാമാബാദ് ടോക്ക് അതാണ് ലോകം ഉറ്റുനോക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. മിഡിൽ ഈസ്റ്റും ഈ വിഷയത്തിൽ ടെൻസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, കച്ചവടങ്ങളായിക്കോട്ടെ, ട്രേഡ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാത്തിരിപ്പിലാണ്. നമ്മളും അതേപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബുധനാഴ്ച ഓവറോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.